ഒരു 6 മാസമായിട്ട് ഞാൻ മക്കളുടെ അടുത്തേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ ഇങ്ങനെ ഇലയൊക്കെ വാടി നല്ല പറിക്കാൻ പാകത്തിനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചേമ്പ് പറിക്കാനായിട്ട് പോവുകയാണ്. ചേമ്പിൻ്റെ തണ്ടൊക്കെ മുഴുവനായിട്ട് ഉണങ്ങി നിൽക്കേണ്ടത് നമുക്ക് അതിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കരിയിലയും ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് തൂമ്പയും കൊണ്ട് പയ്യെ പയ്യെ കണക്കൊക്കെ പൊട്ടി പോവാതെ നമുക്ക് പയ്യെ പയ്യെ തിരഞ്ഞെടുക്കാം. ചേമ്പ് കണ്ടിട്ട് നമുക്ക് തോന്നണത് നല്ലോണം അതിൻ്റെ ചോട്ടിലുണ്ടെന്ന് തോന്നണു. അപ്പോൾ നമുക്ക് മണ്ണൊക്കെ പയ്യെ പയ്യെ മാറ്റി അതേ കണക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പയ്യെ മുറിഞ്ഞു പോവാണ്ട് പയ്യെ പയ്യെ എടുക്കാം. ചുവട്ടിലെ മണ്ണൊക്കെ മാറ്റിയപ്പോൾ ചുറ്റും ചേമ്പിൻ്റെ വിത്തുകൾ ഇങ്ങനെ നിറച്ചിരിക്കണ കണ്ടോ. അതിങ്ങനെ ഒന്നിൻ്റെ മീതെ ഓരോന്നായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കണത്. നമുക്കപ്പോൾ ഈ തടയൊന്ന് പറിച്ച് മാറ്റാം. മണ്ണിൽ നിറയെ വിത്തുകളുണ്ട്. അപ്പോൾ നമുക്കൊരു പുല്ലുമാന്തി വെച്ചിട്ട് പയ്യെ പയ്യെ മാന്തി എടുക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ മുറിഞ്ഞു പോവില്ലേ. ഇത് കണ്ടോ 2 എണ്ണമൊക്കെ ആയിട്ടാണ് ഇരിക്കണത്. പിന്നെ അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ചേമ്പുകളാണ് എല്ലാം കിട്ടിയേക്കണത്. ഇനിയും മണ്ണിൻ്റെ അടിയിൽ കുറേ വിത്തുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ മണ്ണ് ഇളക്കിയിട്ട് പയ്യെ എടുക്കാതെ. ഇത് നമുക്കിപ്പോൾ ഒറ്റയ്ക്കൊരു ചോടിയിൽ നിന്ന് കിട്ടിയേക്കണതാണ് ഈ കൊട്ടയിലിരിക്കണ ചേമ്പ്. ഇത് എനിക്ക് ആകെപ്പാടെ 5 ജോഡി ചേമ്പാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് പറിച്ചേക്കണം. 4 ജോഡി ചേമ്പിൻ്റെയാണ് ഈ ഇരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ ഒരു ചോടുള്ളതെന്നാണ് കേട്ടോ. നമുക്കപ്പോൾ ഈ അടുക്കടുക്കായിട്ട് ഇങ്ങനെ ചേമ്പ് ഉണ്ടാവണം എങ്ങനെയാണെന്ന് ഞാൻ നട്ട ഒരു രീതിയുണ്ട്. ആ രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചേമ്പ് നടാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ല വിസ്താരത്തിലൊരു തടം എടുക്കണം. ഇത് ഞാനൊരു 15 ദിവസം മുമ്പ് എടുത്ത തടമാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വേപ്പ് പിണ്ണാക്കും കുമ്മായവും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലിട്ട് നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ടുണ്ട്. മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിന് വെച്ചാൽ ചേമ്പ് നടുമ്പോൾ നന്നായിട്ട് വേര് ഇറങ്ങണമെങ്കിൽ നല്ലോണം ഇളക്കിയിടണം. പിന്നെ അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി ഇങ്ങനെ കുറേ മിക്സ് ചെയ്തിട്ട് വീണ്ടും കൊത്തി ഇളക്കി. പിന്നെ ഞാൻ നട്ടേക്കണത് ചേമ്പിൻ്റെ ഒരു തടയാണ്. ഞാൻ കണക്ക് നടാറില്ല, അതിൻ്റെ തടയാണ് നടണത്. അപ്പോൾ അത് മുറിപ്പാടുള്ളതോടൊക്കെ ശരിക്കും ചെത്തി കളഞ്ഞിട്ട് ചാരത്തിൽ മുക്കിയിട്ടാണ് ഞാനത് നട്ടേക്കണത്. എന്നിട്ട് ഇത് വിത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പച്ചച്ചവറ് ഇടും. ഞാൻ ആദ്യം പച്ചച്ചവറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കരിയിലൊക്കെ ഇട്ട് കുറച്ച് മണ്ണാണ് ഇടുകയുള്ളൂ. കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലെല്ലാം തൂളിയിട്ടിട്ട് മുളച്ചൊരു 2-3 ഇല വരുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് ചുറ്റും മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എങ്കിലാണ് നന്നായിട്ട് ചേമ്പിന് വിത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ചേമ്പ് നടുന്ന രീതി ഇങ്ങനെയാണ്. ഇനി നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതുപോലെ.